ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂൺ മാസം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇവിടെ 3 ഡെക്ക് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 1, ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 3. ഇതിലേത് ഡെക്കിനോടാണ് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഓവറോൾ നിങ്ങളുടെ എനർജി ജൂൺ മന്തിൽ എന്തായിരിക്കും, നിങ്ങളുടെ കരിയർ എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെ ആയിരിക്കും, നിങ്ങൾക്കുള്ള ഗൈഡൻസസ് എന്തെല്ലാമാണ്, അതായത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആൻഡ് നിങ്ങൾക്കുള്ള അഫർമേഷൻസ്. ഇങ്ങനെ 5 കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കും. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ് ഹലോ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ എനർജി എന്താണ് ഈ ഒരു ജൂണിൽ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, വി ഗോട്ട് 1 കാർഡ്. റിവേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, വി ഗോട്ട് 4 കാർഡ്സ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് ഇസ് വാവ്, വിക്ടറി ആൻഡ് സക്സസ്. സെക്കൻഡ് കാർഡ് ഇസ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വീണത്. ലവ് ബിഗിൻസ്. ആൻഡ് ദെൻ വി ഹാവ് മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ബോട്ടം എനർജി വന്നിട്ട് ഹോപ്പ്. വാവ്. ലെറ്റ്സ് ടേക്ക് യുവർ കരിയർ എനർജി. ഈ ഒരു മാസം നിങ്ങളുടെ കരിയറിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. Tension, okay, and solar flares. Your finance energy, Queen of Swords. ഫിനാൻസ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കാം. Investment wisdom. The guidance card for you this month. Addiction. Okay. The last card is your affirmation. Affirmation അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അഫർമേഷൻ എന്നല്ല, മനസ്സിലാക്കേണ്ട കാര്യമായിട്ട് നമുക്ക് എടുക്കാം. യു ക്യാൻ മേക്ക് ദാറ്റ് മന്ത്ര ഓഫ് ദ മന്ത്. ഓക്കെ, മാജിക് ഹാപ്പൻസ് വെൻ യു ഡോണ്ട് ഗീവ് അപ്പ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ 1, 6, 8, 9. ഓക്കെ, സോ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലവ് ബിഗിൻസ്. വി ക്യാൻ സീ ദ റെയിൻബോ. ഓക്കെ, ഇവിടെ നമുക്ക് റെയിൻബോ എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ലവ് ബിഗിൻസ്, അത് തന്നെയാണ് ലൈഫിലും സംഭവിക്കാൻ പോകുന്നത്. ട്രൂ ലവ് എന്താണെന്ന് തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. അതായത് നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ എനർജിയുടെ റിഫ്ലക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളൊരു പാറ്റേൺ ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് യു ആർ റെഡി ടു ഹീൽ ദാറ്റ്. നിങ്ങളത് ഹീൽ ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. അങ്ങനെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം അടക്കി വയ്ക്കാൻ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. പേടിയില്ലാതെ, മടിയില്ലാതെ, ഭയമില്ലാതെ കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനൊരു വഴി ഓപ്പൺ ആവുന്നുണ്ട്. ട്രൂ ലവ്
ഫൈൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വഴി ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലേക്കും അതുപോലെ ഡെപ്തിലേക്കും പോയിട്ട് നല്ല ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ടാകുന്നു. ആ സമയം റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളിലൂടെ അഡ്ജസ്റ്റ് ചെയ്തും ഫൈറ്റ് ചെയ്തൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇപ്പം ഒന്ന് വലുതായി വരും. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇനി റിസോൾവ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും. സോ ദാറ്റ് യു ആർ ഫോഴ്സ്ഡ് ടു ഹീൽ യുവർ പാറ്റേൺസ്. അങ്ങനെ ഒരു എനർജിയാണ്. ആൻഡ് 6 ഡെഫിനറ്റ്ലി നമുക്കിവിടെ വിക്ടറി വന്നിട്ടുണ്ട് ആൻഡ് സക്സസ്. അത് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആയിട്ടും പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്, ഈ 3 കാർഡുമായിട്ടും ചേർത്ത് വെച്ച് തന്നെ വായിക്കാം. ഒരൊറ്റ നെഗറ്റീവ് കാർഡ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വിച്ച് മീൻസ് ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഏതോ ഒരു വിക്ടറി നിങ്ങളെ അവൈറ്റ് ചെയ്ത് ഈ ഒരു മാസം ഇരിക്കുന്നുണ്ട്. അത് ഒരു ചെറിയ വിക്ടറി അല്ല, അത് പല വ്യക്തികൾക്കും പല രീതിക്കാണ്. അതായത് പേഴ്സണൽ ലൈഫിലൊരു വിക്ടറി ആയിരിക്കാം. മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്ന് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം. കാരണം ഇവിടെ ഫിനാൻസിൻ്റെ ഒരു എനർജിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് സ്വാർഡ്സും വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക്കലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ലോങ് ടേം റിസൾട്ട് ലഭിക്കുന്നതായിട്ട് ഉള്ള ഒരു എനർജി. ഇപ്പം ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക്, സ്റ്റോക്ക് ആൻഡ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു മാസം നിങ്ങൾ ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു പോസിറ്റിവിറ്റി വരാനായിട്ട് പോകുന്നുണ്ട്. അത് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് അല്ല, പക്ഷെ അക്യുമുലേറ്റഡ് റിസൾട്ട്സ് ആണ് ലഭിക്കാൻ പോകുന്നത്. അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ഫിനാൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെത്ര ഭാഗ്യമാണ്, എത്ര നല്ല കാര്യമാണല്ലേ. അതായത് നിങ്ങൾ ജോലി ചെയ്യാതെ നിങ്ങളുടെ ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ഫിനാൻസ് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ട്. ആൻഡ് ബോട്ടം എനർജി നമുക്ക് വന്നിരിക്കുന്നത് ഹോപ്പാണ്. ഇത് നമ്മളുടെ സ്റ്റാർ കാർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചത്തിനെ നിങ്ങൾ കണ്ടെടുക്കുന്നു. നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നതായിരിക്കാം ചില വ്യക്തികൾ ഈ ലൈഫ് ടൈമിലേക്കുള്ളത്. ഈ മാസം അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യം മാറാൻ പോകുന്നുണ്ട്. ഇനി കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ല. കാര്യങ്ങളെയൊക്കെ മാറി ഒരു വെളിച്ചം വരികയാണ്, തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. അവിടെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഷൈൻ ചെയ്യുന്നുണ്ട് എവിടേക്കോ മേഖലകളിൽ, എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഒതൻറ്റിക്കായി നിന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പോസിബിളാക്കി നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം പവർഫുള്ളാണ് അതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. മറ്റെന്തിനെക്കാട്ടിലും കൂടുതൽ അതിനെ വിശ്വസിക്കാം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു മാസമായിരിക്കും ഇത്. സ്റ്റാർഡം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ലോകത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളൊരു സ്റ്റാറായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റാർ ആവാനുള്ള യോഗമുള്ളവർ മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ട് ഉണ്ടാവുക. ഇനി നിങ്ങളുടെ കരിയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞു. അത് ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്താണ് ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കരിയറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്പർ 17 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്പർ 8 3 തവണ നമുക്ക് 8 വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഏതൊക്കെയോ സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണിൽ നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിച്ച് മറന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതിവിടെ കരിയറിൻ്റെ കാര്യത്തിലാണ് ആ പോസിറ്റീവ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. സഡൻ ആയിട്ട്
വാവ്, ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി. അത് നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫേർട്ടിന് വളരെയധികം റിസൾട്ട് തരുന്ന രീതിയിൽ. വി ഗോട്ട് 9, ഇവിടെയും 9 വന്നിരിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കാം, ആങ്സൈറ്റിയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ എഫേർട്ട് ഇട്ടു, അന്നൊന്നും നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിസൾട്ട് ലഭിക്കാനായിട്ട് പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് പേഷ്യൻസോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വാട്ട് ക്യാൻ യു എക്സ്പെക്റ്റ് ഇൻ ദിസ് മന്ത് ഇൻ യുവർ കരിയർ, അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്നും കൂടെ നമുക്ക് നോക്കാം. ദ മാസ്കുലൈൻ എനർജി എംപറർ എനർജിയാണ്. സോ കരിയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്ന ഒരു ജോലിയിൽ നിന്നും നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഇവിടെ നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരുന്നുണ്ട്. നിങ്ങളൊരു ലീഡ് എടുക്കുകയാണ്, ഒരു ഗൈഡ് എന്ന നിലയിൽ ഒരു മെൻറ്റർഷിപ്പിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുള്ള വിസ്ഡം കൊണ്ട് ഇനി ഞാൻ തോറ്റ് പിന്മാറുന്നില്ല, ഞാൻ ഷ്രിങ്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവാണ്. കരിയറിൽ അങ്ങനെ ഒരു എനർജി ഉണ്ട്. ഓൺട്രപ്രനർഷിപ്പ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. കാണുന്ന പല വ്യക്തികളും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഫെയ്ത്ത് ആണ് വന്നിരിക്കുന്നത്. ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്, അത് നമുക്ക് ഒന്നിച്ച് വെക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ട്രോമാസ് എല്ലാം ഒന്ന് ഹീൽഡ് ആവുന്നുണ്ട്. അതിൽ ഇമോഷണൽ റെഗുലേഷൻ സംഭവിക്കുകയാണ്. ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇവിടെ സംഭവിക്കുകയാണ്. ചൈൽഡ്ഹുഡിലൊക്കെ സംഭവിച്ച കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തരുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇപ്പോഴും ബാധിക്കുന്ന വിഷയമായിരിക്കാം അത്. ആ ഒരു വിഷയം നിങ്ങളിപ്പോൾ ഈ ഒരു മാസം ഹീല് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് വൺ മോർ കാർഡ്. വി ഗോട്ട് സെൽഫ് ലവ്. എത്രയാണോ നിങ്ങൾ ഹീല് ചെയ്യപ്പെടുന്നത്, നിങ്ങളുടെ ട്രോമയുടെ അളവ് കുറയുന്നത്രയും നിങ്ങൾക്ക് പ്രൊപ്പോർഷണലായിട്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് വർദ്ധിക്കും. വാവ്, വി ഗോട്ട് ദി സെൽഫ് റിഫ്ലക്ഷൻ. അതും 17 ആണ് നമ്പർ വന്നിരിക്കുന്നത്. മേ ബി ജൂൺ 17 എന്ന് പറയുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ജൂൺ 8, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ദിവസവും കൂടെ ആയിരിക്കാം. അത് ഓർത്ത് വെച്ച് വാച്ച് ചെയ്യുക കേട്ടോ. ഈ ഒരു കാർഡ് ഓർത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ സെൽഫ് റിഫ്ലക്ഷൻ്റെ ഒരു സമയത്ത്, കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: അഡിക്ഷൻസ്, ചാലഞ്ചസ് വിത്ത് അൺഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്. അൺഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ ഗ്രോത്തിന് ഡിലേ തരുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന സ്വഭാവങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി മാറ്റേണ്ട സമയം. നിങ്ങളുടെ ശരീരത്തിന് ഒട്ടും പറ്റാത്തതായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന രീതികളോ, അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പ് പാറ്റേൺസിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളോ, അതുപോലെ തന്നെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിൽ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളോ ഒക്കെ ഇപ്പോൾ ഒന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടെയാണ്. അതും നിങ്ങൾക്ക് ഇവിടെ ഹീൽ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ധാരണകൾ ഉണ്ടാകും. നിങ്ങളുടെ വീക്ക്നെസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാകുന്നു. ആ വീക്ക്നെസ്സിനെ നിങ്ങൾ മോഡറേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ആൻഡ് നിങ്ങളുടെ മന്ത്ര അല്ലെങ്കിൽ അഫർമേഷൻ ഫോർ ദിസ് മന്ത് ഓഫ് ജൂൺ ഇസ്: മാജിക് ഹാപ്പൻസ് വെൻ യു ഡോണ്ട് ഗീവ് അപ്പ് ഈവൻ ദോ യു വോണ്ട് ടു. നിങ്ങൾ വളരെയധികം തളർന്നു പോയിട്ട് നിങ്ങൾക്കത് മതിയായി എന്ന് തോന്നിയിട്ട് പോലും ഓക്കെ എങ്കിലും ഞാൻ മുന്നോട്ട് പോവാം. ദിസ് റിമൈൻസ് ഹോപ്പ്. ദി യൂണിവേഴ്സ് ഓൾവേസ് ഫോൾസ് ഇൻ ലവ് വിത്ത് എ സ്റ്റബേൺ ഹാർട്ട്.
കൺസിസ്റ്റൻസി കൊടുത്ത് ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ നിൽക്കുന്ന ഒരു മനസ്സിനോട് യൂണിവേഴ്സിന് എപ്പോഴും പ്രണയമാണ്. യൂണിവേഴ്സ് എപ്പോഴും അതിനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അവസരങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹീലിങ്സിന് വേണ്ടിയിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓൺലൈൻ കോഴ്സസ് ആണ്. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ഗ്രൂപ്പ് നമ്പർ 2. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ജൂൺ മന്ത് എനർജി എങ്ങനെയാണ്, ഓവറോൾ എനർജി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വി ഗോട്ട് 1 കാർഡ്, 5 of Wands. നമുക്ക് ഇങ്ങനെ ഷഫിൾ ചെയ്യാം. ഓക്കെ, 3 of Cups. Okay, we'll take 2 cards. Crown of Swords, okay, and Crown of Wands. And bottom energy നമുക്ക് 2 of Swords ആണ് വന്നിരിക്കുന്നത്. Okay, we got 5 of Wands and the King of Wands energy ആണ്. 5 of Wands പറയുമ്പം അതൊരു കോൺഫ്ലിക്റ്റിംഗ് എനർജിയാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതല്ല ശരി, ഞാൻ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. മറിച്ച് നിങ്ങൾ പറയുന്നതല്ല ശരി, അവർ പറയുന്നതാണെന്ന് അവർക്കും തോന്നാം. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ക്ലാഷ്, ഒരു ഐഡിയോളജി ക്ലാഷ്, അത് ലേറ്റർ നിങ്ങളുടെ ഉള്ളിലും ഇനി അവർ പറയുന്നതാണോ ശരി എന്നുള്ള ഒരു തോട്ട് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു ക്രോൺ ഓഫ് വോൺസ് എനർജി വരുമ്പം അതൊരു മാസ്റ്ററിയാണ്, ഒരു ആക്ഷൻ്റെ അകത്തൊരു മാസ്റ്ററി തന്നെ എന്ന് പറയാം. അപ്പോൾ എന്ത് ആക്ഷൻ ഏത് സമയത്ത് എടുക്കണമെന്നുള്ളത് ആക്ച്വലി എത്ര കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും നിങ്ങൾ ആർജിച്ചെടുക്കും ആ ഒരു ഡിസിഷൻ, അതുണ്ട്. പക്ഷേ 2 ഓഫ് സ്പോർട്സ് ബോട്ടമായിട്ട് വന്ന സമയത്ത് ഈ ഒരു മാസം കുറച്ച് കൺഫ്യൂഷനും ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ആൻഡ് കിങ് ഓഫ് സ്പോർട്സ് വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ഡിസിഷൻ എടുക്കണം എന്നുള്ളത് എൻ്റെ അകത്തൊരു ഐഡിയ ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കലി നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ലോജിക്ക് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ 5 കാര്യങ്ങളുണ്ട് അതിൽ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 5 കാര്യത്തിനെയും ലോജിക്കലി നിങ്ങൾ അനലൈസ് ചെയ്യുക. ഈ ഒരു മാസം നിങ്ങൾക്ക് കൂടുതൽ ഒരു ഗുണമുണ്ടാക്കി തരിക ലോജിക് ബേസ്ഡ് ഡിസിഷൻസ് എടുക്കുന്നത് തന്നെയായിരിക്കും. ഇതെല്ലാം ശരിക്കും ലോങ് റണ്ണിലേക്ക് പോകാൻ, കാരണം ഇമോഷണലി ഡിസിഷൻ എടുക്കാൻ ആഗ്രഹം തോന്നാം നിങ്ങൾക്ക്, പക്ഷെ അത് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ലേറ്റർ ഉണ്ടാക്കി തരും എന്നുള്ളതുകൊണ്ട് ക്രൗൺ ഓഫ് സ്പോർട്സ് പറയുന്നത് യു ടേക്ക് ഡിസിഷൻസ് വിച്ച് ഇസ് ലോജിക്കലി കറക്റ്റ്. നിങ്ങൾക്ക് ലോജിക്കലി കറക്റ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ ഡിസിഷനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തോ മേജറായിട്ടുള്ള ലൈഫ് ഡിസിഷൻ നിങ്ങൾ ഈ ഒരു മാസം എടുക്കുന്നുമുണ്ട്, അത് നടപ്പാക്കുന്നുമുണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നടപ്പാക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. വേണോ വേണ്ടയോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യണോ, അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു നിങ്ങൾക്ക്. പക്ഷേ ഈ ഒരു മാസം നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഡിസിഷൻ എടുക്കുകയാണ്. നിങ്ങൾ എടുത്തു, ആ ഡിസിഷൻ ഈ മാസം നിങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട്. നിങ്ങളുടെ ആ ഒരു ഭാരം ഈ ഒരു ഡിസിഷൻ എടുത്ത് ഒരാക്ഷനിലൂടെ നിങ്ങൾ ഇറക്കി വെച്ചു എന്നുള്ളതാണ്. യെസ്, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി നിങ്ങളുടെ കരിയർ എനർജി നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് യുവർ കരിയർ എനർജി? A change, Uranus, and retrograde, review and change. Okay, നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി തെറ്റ് പറ്റിയത് എന്തൊക്കെയാണോ അതൊന്ന് തിരുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചില വ്യക്തികൾ ഒരു ജോബ് ചേഞ്ചും ചെയ്യുന്നുണ്ട്. ആ ജോബ് ചേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് തരുന്നൊരു ജോബാണ്. അതായത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ചില സെനാരിയോകളിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. തിരിഞ്ഞു പോയി നോക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല, നൗ ഐ ഫീൽ സേഫ്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു പവർ പൊസിഷനിലാണ്, എനിക്കിഷ്ടമുള്ള ജോലിയിലേക്ക് മാറാൻ ഞാൻ റെഡിയാണ് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങളൊരു ജോബ് ചേഞ്ച് ഇവിടെ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് യുവർ ഫിനാൻഷ്യൽ എനർജി. ഓക്കെ, ആ ഒരു ജോബ് ചേഞ്ച് വളരെയധികം നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരിയറും കൂടെ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്ന പോലെ നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് നേടിത്തരുന്ന ജോലി എന്നുള്ളതിനുപരിയായിട്ട് നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ആൻഡ് യുവർ ഫിനാൻഷ്യൽ എനർജി ഇസ് വാവ്, വി ഗോട്ട് ദ സൺ. ഫിനാൻഷ്യലി വളരെ അധികം സക്സസ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു പുതിയ ജോലിയിൽ നിന്ന് നിങ്ങൾ ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ജോലി എടുക്കുന്നത്. പക്ഷെ ഇത്രയും കാലം നിങ്ങൾക്ക് ഇല്ലാത്തൊരു എനർജി ഫിനാൻസിൽ വർദ്ധിച്ചു വരുന്നൊരു മാസമായിരിക്കും. അഫർമേഷൻ ഫോർ യുവർ ഫിനാൻഷ്യൽ പ്രോഗ്രസ്. ഇമോഷണൽ ബ്ലോക്സ് നീക്കുക. ഐ അഡ്രസ് ഇമോഷണൽ ബ്ലോക്സ് ദാറ്റ് മാനിഫെസ്റ്റ് ആസ് ഫിനാൻഷ്യൽ ബ്ലോക്സ് ആൻഡ് ഐ റിലീസ് ദം വിത്ത് ഈസ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷണൽ ട്രോമകളെ നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതിന് നിങ്ങളെ പിടിച്ച് തളർത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ആ ഒരു ബ്ലോക്കുകൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കും തന്നെ മാറും. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയും. അതിന് വഴി ഒരുക്കുന്നൊരു മാസമായിരിക്കും. ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം എക്സ്പെക്റ്റ് ചെയ്യാം? ഓവറോൾ ഡാർക്ക്നെസ്. ഇത് നിങ്ങളുടെ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ള സ്പെസിഫിക് മെസ്സേജാണ്. നിങ്ങളുടെ ഡാർക്ക്നെസ് മാറി ലൈറ്റ് വരാൻ പോകുന്നു. ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളിൽ നിന്നും പുറത്ത് കടക്കാൻ പോകുന്നു. ഇനി ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്. സോറിനിറ്റി ആൻഡ് ദെൻ വി ഹാവ് ഡിസേൺമെൻറ്റ്. ബോട്ടം എനർജി അട്രാക്ഷൻ. യു ആർ അട്രാക്റ്റിംഗ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് നിങ്ങളുടെ അതോറിറ്റിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. എക്സ്റ്റേണൽ വാലിഡേഷൻസ് ഇനി ഞാൻ നോക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്ര എളുപ്പമല്ല. അവിടെ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നുണ്ട് ഈ മാസം അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു. ഇൻഡിപെൻഡൻറ്റ് നേച്ചറിലേക്ക് വരുന്നു. നിങ്ങളുടെ പീപ്പിൾ പ്ലീസിങ് എനർജി നിങ്ങൾ മറികടക്കുകയാണ്. ദ ഗുഡ് ഗേൾ ഗുഡ് ബോയ് സിൻഡ്രം, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. ഫിയർ ഓഫ് ഡിസപ്പോയിൻറ്റിങ് അതേഴ്സ്. ഞാൻ കാരണം മറ്റുള്ളവർ ഡിസപ്പോയിൻറ്റഡ് ആവുമോ, അവർ സന്തോഷമില്ലാതാവുമോ, അല്ലെങ്കിൽ അവരെന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് മാറിപ്പോവോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആൻഡ് നമ്പർ 10 ഒരു കംപ്ലീഷൻ്റെ ഒരു എനർജിയാണ്. ഫ്രം കോൺഫ്ലിക്ട്സ് ടു കംപ്ലീഷൻ. ഓക്കെ,
വിസ്ഡം യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണ്. ഇമ്പൾസീവ് ഡിസിഷൻസ് ഇനി എടുക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്സിലെ റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ പലതും പറയുന്നത് വിശ്വസിച്ച് അതാണ് അവർ എന്ന് മനസ്സിലാക്കാതെ അവരുടെ പ്രവൃത്തി കണ്ട് നിങ്ങൾ അനലൈസ് ചെയ്ത ആൾക്കാരെ മനസ്സിലാക്കുന്നുണ്ട്. പല ഫ്രണ്ട്ഷിപ്സിലും റിലേഷൻഷിപ്സിലും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കും, പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അതേ അവർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് ആൾക്കാരെ അവരുടെ പ്രവൃത്തി വെച്ചിട്ടാണ്, അവരുടെ വാക്കുകൾ വെച്ചിട്ടല്ല. അത് ഇത്രയും കാലം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇനി നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഗൈഡൻസ് ഫോർ യു ദിസ് മന്ത്, നിങ്ങൾക്കുള്ള ഈ മാസത്തെ ഗൈഡൻസ്. ഹെൽത്ത് ഇഷ്യൂസ് കുഡ് അറൈസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ എത്തുന്ന സമയത്ത് ഇനിഷ്യൽ കോൺഫ്ലിക്ട്സുകൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കാം. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സോ യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് മെഡിറ്റേഷൻ എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഉണ്ട്. And then the final affirmation or the mantra for the month of June for group number 2 endana namakku nokkam. No matter how much the world disappoints you, never regret having a good heart. Yes, ഇത് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ തന്നെ സാധിക്കുന്ന ഒരു മന്ത്രയാണ്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു എംപത്തറ്റിക് ഹാർട്ടുണ്ട്. അതിനെ മുതലെടുക്കുന്നവരുണ്ടായിരിക്കാം, ചൂഷണം ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതിന് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞ് തള്ളുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഒരു നല്ല ഹൃദയം ഉള്ള വ്യക്തികൾക്ക് അൾട്ടിമേറ്റ്ലി എപ്പോഴും വിജയം തന്നെയാണ്. യൂണിവേഴ്സ് അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തും. അന്യായം എന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും, പക്ഷെ അൾട്ടിമേറ്റ് ന്യായം നിങ്ങൾക്ക് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ജൂൺ മന്ത് റീഡിംഗ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോസും മറ്റു വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ജൂൺ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, 5 ഓഫ് മെറ്റീരിയൽസ് നമുക്ക് വന്നിട്ടുണ്ട്. 5 ഓഫ് ഇൻസ്പിറേഷൻ. ഓക്കെ, ഓക്കെ, 3 ഓഫ് ഇമോഷൻസ്, 6 ഓഫ് ഇമോഷൻസ്. ആൻഡ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് ഇമോഷൻസ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലോസിലൂടെ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എവിടെയോ നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി ലാക്ക് ചെയ്തിട്ട് നിങ്ങൾക്കില്ലാത്ത കാര്യം അല്ലെങ്കിൽ ലഭിക്കാത്ത കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വറി കയറി പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇനി വേണ്ട കാര്യവും നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ. ഓൾറെഡി ഉള്ള കാര്യത്തിനൊന്നും നിങ്ങൾക്കൊരു മൂല്യമില്ല എങ്കിൽ നമ്മളിലേക്ക് പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്നില്ല. അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് എൻജോയ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തോ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ അതിലേക്ക് നിങ്ങൾക്കോ അതിന് നിങ്ങളിലേക്കോ വരാൻ പറ്റാത്ത അദൃശ്യമായ എന്തോ ഒരു അജ്ഞതയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ.
ഒരു ഇഗ്നോറൻസ് നിങ്ങൾക്കുണ്ട്. ആ ഇഗ്നോറൻസിനെ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ്. ആൻഡ് 5 ഓഫ് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിംഗ്, കൺഫ്യൂസിങ് എനർജിയാണ്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പറയാം ഈ ഒരു 5 ഓഫ് മെറ്റീരിയൽസിൻ്റെ. നിങ്ങളുടെ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് കാരണം നിങ്ങൾക്ക് കൃത്യമായൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയിട്ട് ലൈഫിൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചില സമയം നിങ്ങൾക്ക് വളരെയധികം ഐഡിയാസ് വരും, ചില സമയം നിങ്ങൾ സെൽഫ് ഡൗട്ടിലാണ്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയം വിചാരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത്, ചില സമയം ഓർക്കും ഇതല്ല വേറെ എന്തോ ആണ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഇവിടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ്. അതായത് ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതൊട്ടും ഇമ്പോർട്ടൻ്റേ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്, ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. ആൻഡ് 6 ഓഫ് ഇമോഷൻസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് മിറേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഈ മിറർ സൂചിപ്പിക്കുന്നത്? മിറർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു റിഫ്ലക്ഷനാണ്. ഇവിടെ ഒരു ഇന്നർ മിററാണ് നിങ്ങൾക്ക് ഈ സമയം ആവശ്യം, ഇന്നർ സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയാം, ആ കുട്ടി ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം നിങ്ങൾ പുറമേ ഒരു ഷീൽഡ് ഇട്ട് നിങ്ങൾ ആക്ട് ചെയ്യുന്നൊരു രൂപവും എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന രൂപവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ എന്നുള്ളതിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും അതിന് ഒരു സന്തോഷമില്ലായ്മ അനുഭവപ്പെടുകയും അത് ആ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ട്, അതാണ് യഥാർത്ഥ നിങ്ങൾ. പക്ഷേ പുറമേ നിങ്ങൾ പീപ്പിൾ പ്ലീസിങ് മോഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് സമാധാനമില്ല, ഇനി ഇങ്ങനല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു മുഖവും ഇതിലേതാണ് യഥാർത്ഥ നിങ്ങളെന്ന് അറിയാത്തൊരു നിങ്ങളും ആയിട്ട്, ഈ 3 മുഖങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പകച്ചു നിൽക്കുകയാണെന്ന് പറയാം. അപ്പോൾ അത് ഹീൽ ചെയ്യണം. ഈ 3 എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 3 ഓഫ് ഇമോഷൻസ് ഉണ്ട്, ഇവിടെ 4 ഓഫ് ഇമോഷൻസ് ആണ്. ബട്ട് സ്റ്റിൽ വി ഹാവ് 3 കപ്സ് വിസിബിൾ ഹിയർ. ആ 4th കപ്പ് കാണുന്നില്ല. ഓക്കെ, സോ ഒരു സ്റ്റെബിലിറ്റി മിസ്സിങ് ആണ് ഇവിടെ, ഇൻകൺസിസ്റ്റൻസിയാണ് ഇവിടെ ഉള്ളത്. സ്ഥിരത നിങ്ങൾക്കില്ല, അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതും. അപ്പോൾ ഈ ഒരു മാസം ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു മാസമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങൾ ഈ ഒരു സമയം ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളോട് നടത്തേണ്ട സമയമാണ്. യു നീഡ് ടു ഹാവ് സെൽഫ് ടോക്ക്. ചോദ്യം ചോദിക്കുന്നത് നിങ്ങളായിരിക്കണം, ഉത്തരം പറയുന്നതും നിങ്ങളായിരിക്കണം. കരിയർ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. ജൂണോ പാർട്ട്ണർഷിപ്പ്, ഓപ്പോസിഷൻ, കൺഫ്രണ്ടേഷൻ. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ക്ലാഷസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്യാനുള്ള സാധ്യത വരെ ഇവിടെ കാണുന്നുണ്ട്. കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് ടീം വർക്കിനിടയിലും ഇഷ്യൂസ് പോപ്പപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും എന്നും കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങളുടെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും, അതായത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായി വന്നിരിക്കുന്ന കുറച്ച് അവെയർനെസ് ഉപയോഗിച്ച് അത് നിങ്ങൾ കരിയറിൽ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു സക്സസ് ഉണ്ടാകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്.
ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ്സിലൊക്കെ നിങ്ങൾ നിന്ന് മടുത്തു. ഇനി അതൊന്നും പറ്റില്ല, എനിക്കൊന്ന് ഒറിജിനൽ ആവണം എന്ന തോട്ട് നിങ്ങളെ ഹോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയും കരിയറിൽ കാണുന്നുണ്ട്. അപ്പോൾ കരിയർ മിക്സ്ഡ് എനർജിയാണെന്ന് പറയാം. ഈ ഒരു മാസം കരിയറിൽ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തും പോകുന്നുണ്ട്. ആൻഡ് യുവർ ഫിനാൻഷ്യൽ എനർജി ദിസ് വീക്ക് എന്താണ് നമുക്ക് നോക്കാം. 6 of Cups. ഒരു ഹീലിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് കരിയറിലൊക്കെ നിങ്ങൾ, ഇത് മേ ബി ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളൊരു ഹീലിംഗ് ജേർണിയിലായിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒരു ഹീലർ ആകുന്ന ഒരു എനർജി. ഒരുപാട് ലൈഫ് കോച്ചിങ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുന്നവരോ ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ഹീലിംഗ് പവർ പൊട്ടൻഷ്യൽ ഉണ്ട്. ബിക്കോസ് അതിലേക്കാണ് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ലീഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഒരു തുടർച്ച വീണ്ടും ഇപ്പോൾ കണ്ടെത്തി ചെയ്യാനായിട്ട് പോകുന്നതും ആയിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഫിനാൻസും വരുന്നുണ്ട്. നിങ്ങൾക്ക് പാസ്റ്റിൽ ലഭിക്കാതെ പോയ ഫിനാൻസ് ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട് ഈ ഒരു മാസം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും കടം കൊടുത്തിട്ട് പൈസ തരാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഫിനാൻസ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു അഫർമേഷൻ റെമഡി നമുക്കെടുക്കാം. ഫോർ ഗ്രൂപ്പ് നമ്പർ 3, എനർജൈസ് യുവർ ഹോം എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ എനർജി റെഡിയാക്കുക. അതായത് ഇവിടെ ശ്രീ യന്ത്ര വീട്ടിൽ വയ്ക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി തരുന്നുണ്ടെങ്കിൽ മാത്രം, അതിലൊന്നും വിശ്വസിക്കാത്തവർ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. മൈ ഹോം ഇസ് എ സാങ്ച്വറി ഓഫ് അബൻഡൻസ് ആൻഡ് പ്രോസ്പെറിറ്റി. അതായത് വീടെപ്പോഴും വൃത്തിയാക്കി വയ്ക്കുക, വീട്ടിലെ കലഹങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ കലഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധനം അല്ലെങ്കിൽ ഐശ്വര്യം നിലനിൽക്കില്ല. അപ്പോൾ ആ വീട്ടിലുള്ളവർക്കും കലഹങ്ങളുണ്ട് ഇൻറ്റേർണലായിട്ടും എങ്കിൽ അവിടെയും ധനം നിലനിൽക്കില്ല. എന്നിട്ട് പോയിട്ട് നമ്മൾ ബ്ലാക്ക് മാജിക് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ആ ധനമാകുന്ന പോസിറ്റിവിറ്റിയെ റിസീവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഗൈഡൻസ് ഫോർ യു ദിസ് മന്ത്, ഗൈഡൻസ് കാർഡ് എന്താണ് നമുക്ക് നോക്കാം. മൂവിങ് ആണ് വന്നിരിക്കുന്നത്. ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ മൂവിങ് ഇൻ വിത്ത് യുവർ പാർട്ട്ണർ എനർജി. ഓക്കെ, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു മാസം നിങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ചിലപ്പം വീട് റെനോവേറ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ റെൻറ്റഡ് ആയിട്ട് താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വീടോ ഒക്കെ നിങ്ങളൊന്ന് മാറുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറിൻ്റെ ഒരു എൻട്രി, അത് നമുക്കിവിടെ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, 6 of Cupsലും ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ഇവിടെ ഗൈഡൻസിലും വന്നിട്ടുണ്ട്. മേ ബി ഇത് ചില വ്യക്തികൾക്ക് ഒരു ലിവിങ് ടുഗെദറിലേക്ക് നിങ്ങൾ കടക്കുന്നതുമാകാം. ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ഈ ഒരു മാസം എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ആക്ഷൻ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ കരിയറിൽ നിങ്ങൾ ഒരു പ്രത്യേകമായിട്ട് തന്നെ ആക്ഷൻ എടുത്താൽ മാത്രം മുന്നോട്ട് കരിയർ സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാസമാണ്. അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കരിയർ നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കരുത്. അതും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മനസ്സിൽ തോന്നി, പക്ഷെ
അയ്യോ ഇത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് വേണ്ടെന്ന് വെക്കാതിരിക്കുക. ആൻഡ് ദെൻ വി ഹാവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ആദ്യം തന്നെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു റെസിസ്റ്റൻസ് ലൈഫിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. എന്തിനേയും നിങ്ങൾ എതിർക്കുകയാണ്, അതായത് നിങ്ങൾ റിസീവ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉൾഭയം കൊണ്ടായിരിക്കാം. എല്ലാത്തിനോടും നിങ്ങൾക്കൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻസിൻ്റെ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നും കൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദ അഫർമേഷൻ അല്ലെങ്കിൽ മന്ത്ര ഫോർ ദിസ് മന്ത് ഫോർ യു, ജൂണിലേക്ക് ഗ്രൂപ്പ് നമ്പർ 3ക്ക് ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വി ഹാവ് gratitude is the most positive way to start your day. Every day start your day with gratitude. ഉള്ള കാര്യത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ 5 മെറ്റീരിയൽസ് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൽ ഓർക്കുക. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഹീലിങ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാറോ കാർഡ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, റീഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാറോ കാർഡ് റീഡിങ് കോഴ്സസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.